രാജേഷ് ചിറപ്പാട് ഇതിനകത്ത് LDF-ന് ഒരു അവകാശവും ഇല്ല കേട്ടോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ. ഇപ്പോൾ MNCയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് കുത്തക കമ്പനി വരുന്നുവെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞത്ത് വന്ന കപ്പലുകളുടെ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്നിട്ടുള്ളത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇതിൽ തടസ്സമുണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമേ LDF-ന് ചെയ്യാനുള്ളൂ. ഒരു കാര്യം കൂടെ, ലോകത്തെ കപ്പൽ ട്രാൻസ്ഷിപ്മെന്റിന്റെ അതിൽ 20% കാർഗോ ഡീൽ ചെയ്യുന്നത് MSC ആണ്. അപ്പോൾ ലോകത്തെ 20%. ശരി രാജേഷ്. അല്ല, ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലത്തെ പത്രസമ്മേളനത്തിൽ ഈ VD സതീശൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള പല വിഷയങ്ങളിൽ, ജനവിരുദ്ധമായ വിഷയങ്ങളിൽ, ഗൂഢാലോചനയുടെ വിഷയങ്ങളിൽ, അതിലൊരു വിഷയം, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളടക്കമുള്ള പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ഇടതുപക്ഷത്തിനോ CPM-നോ ഇതിൽ അവകാശപ്പെടാനില്ല എന്ന് പറയുന്നതിൽ ആണ് എനിക്ക് മനസ്സിലായി. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ വിഷയം ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ടല്ലോ. മുഖ്യമന്ത്രി ഇത് അറിയുന്നില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രി അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആരാ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആരാ? തുറമുഖ സെക്രട്ടറി ആരാ? ഈ സെക്രട്ടറി അറിയാതെയാണോ, രത്തൻ യു ഗേൽക്കർ എന്ന് പറയുന്ന സെക്രട്ടറി അറിയാതെയാണോ ഇത് നടന്നത്? ഇത് ആരെയാണ് അദ്ദേഹം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനങ്ങളെയും ജനപ്രതിനിധികളെയും പറഞ്ഞ് പറ്റിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകില്ലേ? ഇത് മനസ്സിലാക്കേണ്ടത്. പറയാൻ അർഹരല്ലെന്ന് എങ്ങനെയാണ് നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ കേൾക്കുന്നില്ല. അറിഞ്ഞു എന്നാണെങ്കിൽ അറിയിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും നേരം പ്രതിപക്ഷ നേതാവ് രാവിലെ വ്യക്തമാക്കി. നമ്മൾ ഈ ചർച്ചയിൽ പ്രധാന ഉന്നം എന്താണ്? കേരള സർക്കാർ ഈ ഡീൽ അറിയണ്ടേ? സർക്കാരിന്റെ മുൻകൂട്ടിൽ അനുവാദമില്ലാതെ എങ്ങനെയാണ് 49% എന്ന് പറഞ്ഞാൽ പകുതി തന്നെയാണ് 49%. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം ഇടപെട്ടാൽ നന്നാവും. അപ്പോൾ 49% എന്ന് പറഞ്ഞാൽ 50%, 49% ഓഹരി ഒരു മെഡിറ്ററേനിയൻ കമ്പനിക്ക്, പ്രധാനപ്പെട്ട ഷിപ്പിംഗ് വ്യവസായത്തിലെ മെഡിറ്ററേനിയൻ കമ്പനിക്ക് കൊടുക്കുകയാണ്. MSCക്ക് കൊടുക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്നുള്ളതല്ല. അതെ, MSC ഇവിടെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതല്ല, ഇതൊരു കുത്തകയായി മാറുന്നു. ഇതിൽ ഗവൺമെന്റിന് ഒരു പങ്കുമില്ലേ? ഗവൺമെന്റ് അല്ലേ ഇതിൻ്റെ അകത്ത് 70% പണവും ഭൂമിയും നൽകിയത്? അപ്പം VD സതീശൻ ഗവൺമെന്റിന്റെ നിലപാടെന്താ? ഒരു സഹായകൻ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ, ഇത്രയേ ഉള്ളൂ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ നിൽക്കുന്നത്? അല്ലല്ലോ. 5554 കോടി രൂപയാണ് ഗവൺമെന്റ് മുടക്കിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക്, ഇത് മാത്രമല്ല, ഇത് ദൂരവ്യാപകമായി രാജ്യസുരക്ഷയടക്കം ബാധിക്കുന്നൊരു, അതായത് ലോകത്തിലെ, ഏഷ്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തുറമുഖമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിഴിഞ്ഞം. അത്ര തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണത്, അല്ലേ? അപ്പം അവിടെ നമ്മുടെ കേരള ഗവൺമെന്റിന് ഇതിൽ ഒന്നും അറിയില്ല. മുഖ്യമന്ത്രി പറയുന്നത് എനിക്കിതൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? എങ്ങനെയാണ് എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഈ 49% ഓഹരി 13,220 കോടി ഉറുപ്പിക്ക് മറിച്ച് ഓഹരി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗവൺമെൻറ് 70%-ഓളം ഇതിനകത്ത് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായിട്ടുള്ള ഗവൺമെൻറ് ഇത് അറിയുന്നില്ല. തുറമുഖ സെക്രട്ടറിക്ക് ഇത് അറിയാതെയാണോ പോകുന്നത്? മുഖ്യമന്ത്രി ഇത് അറിയാതെയാണ് പോകുന്നത്? കൃത്യമായിട്ടും ഈ അറിവുണ്ട്. ഇത് ആളുകളെ, നിയമസഭയ്ക്കകത്തും പുറത്തും ആളുകളെ, ജനങ്ങളെ പറ്റിക്കുകയാണ്, നുണ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു